اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, നമ്മൾ കുറച്ച് കാലമായി അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളാകുന്ന ഔലിയാക്കൾ പോകുന്ന ആ വഴിയെ സഞ്ചരിക്കാനും അതിൽ മുന്നോട്ട് പോയി ആത്മീയമായ നിർവൃതി കരസ്ഥമാക്കാനും വേണ്ടി ശ്രമിക്കുന്നവരാണ്. ഒരു മുരീദായ ഒരു വ്യക്തി ഒരു തർക്കിയത്തിൻ്റെ ഷെയ്ഖിനെ കിട്ടി ഒരു യഥാർത്ഥ മുരീദാകണമെങ്കിൽ ആ മുരീദ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ആദ്യമായി ഒരു മുരീദിന് മഹത്തായ ശുക്ർ അവനിലുണ്ടാവണം. ഒരു മുറബ്ബിയായ ഷെയ്ഖിന് ലഭിക്കുക, ഒരു തർക്കിയത്തിൻ്റെ ഷെയ്ഖിന് ലഭിക്കുക എന്നുള്ളത് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ നിഅമത്താണ്. നമുക്കൊക്കെ അള്ളാഹു നൽകിയ വലിയൊരു നിഅമത്തുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ജനിപ്പിച്ചു എന്നുള്ളത് അത് ഏറ്റവും വലിയൊരു നിഅമത്താണ്. അതേപോലെ അള്ളാഹു നമുക്ക് നൽകുന്ന വലിയൊരു നിഅമത്താണ് ഒരു യഥാർത്ഥ തർക്കിയത്തിൻ്റെ ഷെയ്ഖിൻ്റെ മുരീദാവുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഷെയ്ഖിനെ ലഭിച്ച മുരീദ് സദാ അള്ളാഹുവിനോട് എന്ത് ചെയ്യണം? നന്ദിയുള്ളവനായിരിക്കണം. കാരണം എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഭാഗ്യം നൽകൂല. കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാരിസിലേക്കാണ് അൽ ഉലമാ വറസത്തുൽ അംബിയ എന്ന് പറയുന്ന പ്രവാചകന്മാരുടെ വാരിസീങ്ങളിലേക്കാണ് ഒരു മനുഷ്യനെ അള്ളാഹു തആല ചേർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹു നൽകുന്ന വലിയ നിഅമത്താണ്. ആ നിഅമത്തിന് സദാ ശുക്ർ ചെയ്യുന്നവനായിരിക്കണം ആര്? ഒരു യഥാർത്ഥ മുരീദ്. കാരണം മഹാന്മാർ പറയുന്നുണ്ട്, അള്ളാഹു നമുക്ക് തന്ന നിഅമത്തുകൾക്ക് നമ്മൾ ശുക്ർ ചെയ്തില്ല എങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്ത് എടുത്തു കളയുന്നതാണ്. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സ്നേഹം കൊണ്ടും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ നോട്ടം കൊണ്ടും മാത്രമാണ് അള്ളാഹു നമുക്ക് ഒരു യഥാർത്ഥ മുറബ്ബിയായ ഷെയ്ഖിന് നമുക്ക് നൽകിയത്. എന്നിട്ടും നമ്മൾ അതിൽ കിബർ നടിച്ച് അതിന് വേണ്ട വിധം പരിഗണന കൊടുക്കാതെ അള്ളാഹു തആലാക്ക് ശുക്ർ ചെയ്യാതെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്ത് എടുത്തു കളയും. എത്രയോ ഉന്നതരായ ആളുകൾ ഇന്ന് ബയ്യത്ത് ചെയ്ത ആൾക്കാർ വഴിയിൽ വെച്ച് അത് ഒഴിവാക്കിപ്പോയ എത്രയോ ചരിത്രങ്ങൾ നമുക്ക് ഒരു വലിയ പാഠമായി മുന്നിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ രൂപത്തിൽ ശുക്ർ ചെയ്യുന്ന മുരീദന്മാർ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അപ്പോൾ ഒരു മുരീദിൻ്റെ ഒന്നാമത്തെ നിബന്ധന ആത്മാർത്ഥമായ നിലക്കുള്ള ശുക്റുള്ളവനായിരിക്കണം ഒരു മുരീദ്. രണ്ടാമത്തത് അദബ്. തസവുഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുഴുവനും അദബിലാണ് ഇരിക്കുന്നത്. തസവുഫിൻ്റെ ദൗക്ക്, അതിൻ്റെ രുചിയും അതിൻ്റെ ആത്മാവും ഇരിക്കുന്നത് അദബാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഷെയ്ഖിനോട് അദബ് വേണം, അതുപോലെ തന്നെ കറകളഞ്ഞ സ്നേഹം വേണം, യഥാർത്ഥ വിശ്വാസം വേണം,
ഷെയ്ഖിന് സദാസമയത്തും ദുആ ചെയ്യുന്നവനായിരിക്കണം ആര്? ഒരു മുരീദ്. അത് അദബിൻ്റെ ഒരു ഭാഗത്തിൽപ്പെട്ടതാണ്. പിന്നെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പല ആളുകളും ഒരു മുറബ്ബിയായ ഷെയ്ഖിനെ കിട്ടാൻ വേണ്ടി തെരഞ്ഞിട്ട് ഒരു ഷെയ്ഖിൽ നിന്ന് ബൈഅത്ത് ചെയ്യുമ്പോൾ ഇന്ന് ബൈഅത്ത് ചെയ്ത ആൾക്ക് നാളെ അങ്ങോട്ട് ഫത്ഹ് കിട്ടണമെന്നാണ്. ഇന്ന് ബൈഅത്ത് ചെയ്ത ആൾക്ക് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ഫത്ഹ് ലഭിക്കണം, അല്ലെങ്കിൽ 2 മാസം കൊണ്ട് ഫത്ഹ് ലഭിക്കണം. ഈ ഫത്ഹ് എന്ന് പറയുന്നത് തന്നെ ഒരാൾ ആഗ്രഹിക്കാൻ പാടില്ല എന്നാണ്. ഒരു മുറബ്ബിയായ ഷെയ്ഖിന് കിട്ടിയ ഒരു മനുഷ്യൻ ഫത്ഹ് അല്ല ആഗ്രഹിക്കേണ്ടത്, യഥാർത്ഥ തൃപ്തിയാണ് എന്ത് ചെയ്യേണ്ടത്, ഒരാൾക്ക് ഉണ്ടാവേണ്ടത്. ആ തൃപ്തിയിലൂടെ പിന്നെ ഫത്ഹും അതിന് മുകളിലുള്ള എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു മുരീദ് ഷെയ്ഖിനോട് പാലിക്കേണ്ട രണ്ടാമത്തെ നിബന്ധന അദബാണ്. ആ അദബിൻ്റെ തഹത്തിൽപ്പെട്ട ഒന്നാണ് ആത്മീയമായ തുറസ്സിന് ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കുക എന്നുള്ളത്. ചില ആളുകൾക്ക് 1 വർഷം കൊണ്ട് ഒരു പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണ് തുറന്നു കൊടുത്തേക്കാം. ചില ആളുകൾക്ക് 5 വർഷമാവും, ചില ആളുകൾക്ക് അത് 10 വർഷമാവും, ചില ആളുകൾക്ക് തീരെ ജീവിതകാലത്ത് തുറന്നു കൊടുക്കൂല. ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഫാത്തിൻ്റെ, ആ മനുഷ്യൻ്റെ വഫാത്തിൻ്റെ സമയത്ത് എന്ത് ചെയ്യുള്ളൂ, ചിലപ്പോൾ തുറന്നു കൊടുക്കുള്ളൂ. അത് അല്ലാഹുവിൻ്റെ തീരുമാനമാണ്. അപ്പോൾ ഒരു ഷെയ്ഖിനും തർക്കിയത്തിൻ്റെ ഒരു ഷെയ്ഖിന് അറിയാം എൻ്റെ മുരീദിനെ ഫത്ഹിൻ്റെ മാർഗത്തിലേക്ക് നയിക്കേണ്ട സമയം എപ്പോഴാണ്, അതിൻ്റെ ഡേറ്റ് എപ്പോഴാണ്. അതിന് മാത്രം എൻ്റെ മുരീദ് ആ ഒരു മർത്തബയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് പൂർണ്ണമായ ബോധ്യമുള്ളവനാണ് ആര്, ഒരു തർക്കിയത്തിൻ്റെ ഷെയ്ഖ്. അതുകൊണ്ട് തന്നെ ആ ആത്മീയ തുറസ്സിന് വേണ്ടി സദാസമയത്തും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു മുരീദ് ആഗ്രഹിക്കാൻ പാടില്ല. അതിന് ക്ഷമയോടെ കാത്തിരിക്കുക. തൻ്റെ സമയം ഷെയ്ഖ് കണക്കാക്കിയിട്ടുണ്ട്, അതുവരെ ക്ഷമിക്കാനുള്ള ഒരു കഴിവ് ആർക്ക് വേണം, ഒരു യഥാർത്ഥ മുരീദിന് വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. 3ാമത്തെ മര്യാദയാണ് ഷെയ്ഖ് നൽകുന്ന ഏതൊരു നിർദ്ദേശവും അത് ആത്മാർത്ഥമായി സ്വീകരിക്കുന്നവനാകണം ഒരു യഥാർത്ഥ മുരീദ്. ഷെയ്ഖിൻ്റെ മുമ്പിൽ നിഷ്കളങ്കത പാലിക്കണം. ആത്മാർത്ഥത എന്ന് പറയുന്ന സാധനം പൂർണ്ണമായി വേണം. ചില ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് കഴിവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുമ്പോൾ തൻ്റെ ഷെയ്ഖിൻ്റെ പേരൊന്നും പറയാതെ, ആ പേരൊന്നും ഉച്ചരിക്കാതെ താൻ തന്നെ എല്ലാത്തിനും കഴിവുണ്ട് എന്ന് പറയുന്ന ഒരു ചിന്താഗതി ഒരു മുരീദിന് വന്നു കഴിഞ്ഞാൽ അവിടെ അവനക്ക് പരാജയമാണ്. ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് അൽ മുർസി റളിയല്ലാഹു അൻഹു ചില വെളിപാടുകൾ ഉണ്ടാകുന്ന സമയത്ത് അവിടുത്തെ മുരീദന്മാർക്ക് ബഹുമാനപ്പെട്ടവർ എന്ത് ചെയ്യലുണ്ട്, നിർദ്ദേശങ്ങൾ കൊടുക്കലുണ്ട്. ആ സമയത്ത് അദ്ദേഹം പറയും, ഇത് എൻ്റെ ഷെയ്ഖാകുന്ന അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. ബഹുമാനപ്പെട്ട ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ഇത് എൻ്റെ ഷെയ്ഖാകുന്ന ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ മശീഷ് തങ്ങൾ പറഞ്ഞതാണ്. ആ സമയത്ത് മുരീദന്മാർ പറയലുണ്ട്, ഇത് അബുൽ ഹസൻ ഷാദുലി തങ്ങളുടെ വാക്കല്ലല്ലോ, നിങ്ങൾ പറഞ്ഞ തന്നെയാണല്ലോ എന്നും മുരീദന്മാർ ചോദിക്കുമ്പോൾ പറയും, എൻ്റെ ഷെയ്ഖല്ലാതെ, എൻ്റെ ഷെയ്ഖിലൂടെ അല്ലാതെ എനിക്ക് എന്താണ് കിട്ടിയിട്ടുള്ളത്? അതുകൊണ്ട് ഇതൊന്നും ഞാനല്ല പറയുന്നത്, എൻ്റെ ഷെയ്ഖാണ്. അത്രയും ആത്മാർത്ഥതയും ഗുരുത്വപുരുത്വവും നേടിയവരായിരുന്നു മുൻഗാമികളാകുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ അവരൊക്കെ വിലായത്തിൻ്റെയും മഅരിഫത്തിൻ്റെയും ഹുബിൻ്റെയും ഉന്നതമായ മർത്തബകൾ എന്ത് ചെയ്തു, അവർ താണ്ടിപ്പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇവിടെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഖാദിരിയ ത്വരീഖത്തിൻ്റെ ശുറൂത്തുകളെ പോലെയല്ല റിഫായി ത്വരീഖത്തിൻ്റെ ശുറൂത്തുകൾ, അതുപോലെയല്ല സുഹ്റവർദി ത്വരീഖത്തിൻ്റെ ശുറൂത്തുകൾ, അതുപോലെയല്ല ജിഷ്തിയ ത്വരീഖത്തിൻ്റെ ശുറൂത്തുകൾ, അതുപോലെയല്ല ബദവിയ, അതുപോലെ ദസൂഖിയ, അതുപോലെ തന്നെ അതിലുള്ളതായ ബുർഹാനിയ, തിജാനിയ, എല്ലാം വ്യത്യസ്തമാണ്. ആദം നബി അലൈഹിസ്സലാമിൻ്റെ ശരീഅത്താണോ നൂഹ് നബി അലൈഹി ഇസ്ലാമിനുള്ളത്? ബഹുമാനപ്പെട്ടവരെ ശരീഅത്താണോ ഇബ്രാഹിം നബിക്കുള്ളത്? അതല്ലല്ലോ ഈസാ നബിക്കും മൂസാ നബിക്കുള്ളത്. അതിനേക്കാളും ലളിതമാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീഅത്ത്. അപ്പോൾ ഓരോന്നിനും ഓരോ ശുറൂത്തുകളും ഓരോ ആദാബുകളും അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ രൂപത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം. ഖാദിരിയ ത്വരീഖത്തിൽ അങ്ങനെയുണ്ടല്ലോ.
റിഫായിയ ത്വരീഖത്തിൽ അങ്ങനെയുണ്ടല്ലോ, അല്ലെങ്കിൽ ആ ത്വരീഖത്തിൽ ഇന്ന വിഷയം നിബന്ധനയാണല്ലോ, അതിൽ റിയാദ കൂട്ടണം, ചിലതിൽ മുറാഖബ ഇരിക്കണം, ചിലതിൽ ഖൽവത്തിൽ കാലങ്ങളോളം ഇരിക്കണം, ചിലതിൽ അതൊന്നും വേണ്ട ആവശ്യമല്ല. ഇതൊന്നുമില്ലാത്ത ത്വരീഖത്തുകളുമുണ്ട്. അപ്പോൾ എല്ലാ ത്വരീഖത്തുകളുടെയും ശുറൂത്തുകളും ആദാബുകളും അതിൻ്റെ റൂട്ടുകളും വ്യത്യസ്തമാണ്. ഏതുപോലെ അമ്പിയാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശരീഅത്തുകൾ വ്യത്യസ്തമാക്കി നൽകിയതുപോലെ. അപ്പോൾ അവനവന് കിട്ടിയ ത്വരീഖത്തിൻ്റെ ശുറൂത്തുകളും ആദാബുകളും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഷെയ്ഖിൻ്റെ ആ ഹുബ്ബ് കാരണമായി, ഷെയ്ഖിനോടുള്ള ഹുബ്ബ് കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഫത്ഹ് കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുരീദന്മാരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.